ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. 1 കപ്പ് പച്ചരിയും കുറച്ച് പഴവും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. കറിയൊന്നും ആവശ്യമില്ല. കറിയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. അത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ ഇത് പാകത്തിന് വെന്ത് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് 3 വിസിൽ വരുമ്പോൾ തുറന്നെടുക്കാം. ഉണക്കലരി തന്നെ വേണമെന്നില്ല, പച്ചരി എടുത്താലും മതി. ഇനി കുറച്ച് പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പഴം തൊലി കളഞ്ഞ് ഒരു 6-7 പഴം തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. പഴം നമുക്ക് അത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പഴമെല്ലാം തൊലി കളഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. പഴുതതിന് ഇത് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുന്നില്ലെങ്കിൽ കൈകൊണ്ട് ഇതൊന്ന് ഉടച്ചെടുത്താലും മതി. പഴം ഒന്ന് ചെറുതായി ഉടച്ചെടുത്താലും മതി. ഇതുപോലെ മുറിച്ചെടുത്ത് ഇതൊന്ന് ചെറുതായി ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യുക, കുറച്ച് ചെറുതായിട്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി കുക്കർ തുറന്ന് നോക്കാം. 3 വിസിൽ വന്ന് തണുത്ത ശേഷം കുക്കർ തുറന്നു. അരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ച പഴവും തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഒരു പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത്. പഴവും തേങ്ങയും ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരണം. പഴത്തിൻ്റെ ടേസ്റ്റ്, തേങ്ങേൻ്റെയും ടേസ്റ്റ് അരിയിലേക്കെല്ലാം ചോറിലേക്ക് പിടിച്ച് വരണം. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. പഴത്തിന് തന്നെ നല്ല മധുരമുണ്ട്. ഇതിലും അതുകൊണ്ട് മധുരമൊന്നും ചേർക്കുന്നില്ല. മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ശർക്കര പാനിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലപോലെ തിളച്ച ശേഷം വാങ്ങി വെച്ച് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും നിലക്കടലയും മുന്തിരിയും വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മുന്തിരി ഇട്ട് മൂത്ത് വരുമ്പം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. കറിയുടെ ഒന്നും ആവശ്യമില്ല. രാവിലെ